ഹലോ, ഞാൻ സുനി സജി, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഇന്നൊരു വചനം വായിച്ചിട്ട് റോമർ 10:12 യേശുക്രിസ്തു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അതൊരു എല്ലാവർക്കും തരാൻ പാകത്തിന് എന്ത് ചോദിച്ചാലെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം പ്ലെയിൻ ചോദിച്ചു, പിറ്റേ ദിവസം പ്ലെയിൻ കിട്ടുമല്ല. പക്ഷെ യേശുമ്പരാനോട് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പനോട് ചോദിക്കണേക്കാളും കൂടുതൽ ചോദിക്കാം. ഞാനെല്ലാം വലിയ വലിയ കാര്യങ്ങളാട്ടോ ചോദിക്കാറ്. ഓരോ ചിലർ പറയും അങ്ങനെയൊക്കെ ചോദിക്കണേ അത്യാഗ്രഹമല്ലേന്ന്. എൻ്റെ അപ്പൻ ലോകം സൃഷ്ടിച്ച ദൈവ സകലത്തിനും സമ്പന്ന, എല്ലാവർക്കും കൊടുക്കാൻ സമ്പന്നന രാജാതിരാജന യേശുക്രിസ്തുവിനോടാകുമ്പോൾ ഞാനിതിനെ കുറയ്ക്കണേ. ഞാനെല്ലാം ഏറ്റവും ഉയരത്തിലുള്ളത് തന്നെയാണ് ചോദിക്കാറ്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എൻ്റെ യേശുമ്പരാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാറുണ്ട്. എനിക്കെല്ലാം തരാൻ മതിയായവനുമാണ്. എനിക്ക് ഉറപ്പും ധൈര്യമുണ്ട്, അതൊക്കെ കിട്ടാറുമുണ്ട്. എൻ്റെ ഒരാഗ്രഹവും യേശുമ്പരാൻ സാധിച്ചു തരാണ്ടിരുന്നിട്ടില്ല. തരാണ്ടിരുന്നതൊക്കെ കൊള്ളൂലാത്ത കാര്യങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ അതെനിക്ക് കിട്ടിയാൽ നല്ലതല്ലായിരുന്നു. നല്ലതെല്ലാം എൻ്റെ യേശുമ്പരാൻ തന്നിട്ടുണ്ട്. ഫിലിപ്പിയർ 4:19 പറയണ്ടേ, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടെന്നാട്ടോ. അത് ഞാൻ വചനം ഇങ്ങനെ എന്നോടായിട്ട് ഞാൻ സംസാരിക്കണേ. എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ആമേൻ. നമ്മളൊരു വചനം വായിക്കുമ്പോൾ ആ വചനം ഏറ്റെടുക്കണം. ഇത് എന്നോട് ദൈവം സംസാരിക്കുക. എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായിട്ടും തീർത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. വിശ്വസിച്ചാൽ നീ ദൈവനാമം മഹത്വം കാണും. ചിലർ പ്രാർത്ഥിച്ചോ, നിങ്ങൾ ചിലർക്കാണ് ദൈവത്തിന് മുഖപക്ഷയില്ല കേട്ടോ, എല്ലാവരെയും അനുഗ്രഹിക്കും. ഇപ്പൊ നമ്മളെ റോമർ 10:12 പറഞ്ഞില്ലേ, യേശുക്രിസ്തു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. നമ്മൾ ചോദിക്കുമ്പോ തരാൻ മതിയായവനാ. വിശ്വസിച്ച് ചോദിക്കണം. തരാൻ മതിയായവനാണ്, ഇത് തരും. അത് വിശ്വസിച്ചോണ്ടിരുന്നു, നമുക്കത് സംഭവിച്ചിരിക്കും നമ്മുടെ ജീവിതത്തില്. അപ്പൊ ഇന്ന് സാരിയുടെ അതിമനോഹരമായ വീഡിയോയിലേക്ക് കിടക്കാം. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. ഞാൻ എപ്പോഴും ഓർക്കും, ആദ്യം പറയാൻ പറഞ്ഞു, എപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിന് കയറുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവെ സഹായിക്കണേന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു കേട്ടോ. അപ്പാ പിതാവേ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണേന്ന് ഞാൻ പറയാറുണ്ട്. എനിക്കത് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ചേഞ്ച് വരുത്തി. അതാട്ടോ ഞാൻ കേൾക്ക പ്രാർത്ഥിച്ചത്. സോഫ്റ്റ് സിൽക്ക് തന്നെയാട്ടോ. കഴിഞ്ഞ ദിവസം സോഫ്റ്റ് സിൽക്കിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കര എൻക്വയറി, ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഓർഡർ കിട്ടി. അപ്പം അതിന്റെ വെറൈറ്റി വരുത്തിയത്, അതിന്റെ തന്നെ വേറെ പല പല മോഡലുകൾ. ഇത് നോക്കിക്കേ, ബ്രൗൺ, അതിൽ കണ്ടോ ആന്റിക്ക് ഒരു ഇങ്ങനെ ഡിസൈൻ മോഡൽ, ഒരു ഫ്ലവർ ഡിസൈൻ ഫുൾ ഇങ്ങനെയുണ്ട്. ഒരു വസ്തുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളിൽ ബുട്ട ഇങ്ങനെ. അതിൻ്റെ ഏറ്റവും രസം കോപ്ര മുന്താണി കണ്ടോ, അടിപൊളി. ബ്ലൗസ് ഇങ്ങനെ, ബ്ലൗസിന്റെ അരികത്ത് ഇങ്ങനെ ബോർഡറും ഉണ്ട്. $1699 സൂപ്പർ സാരി. ആ ഒറിജിനൽ കാഞ്ചീപുരം ഒറിജിനൽ കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കാ. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നണുണ്ടോ സോഫ്റ്റ് സിൽക്കും ഇതും? വില പറഞ്ഞ് വിശദീകരിച്ചാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ഒറിജിനല് വെല്ലണ പോലത്തെ വില്ലൻ സാരികളാണ്. അപ്പൊ അതിമനോഹരമാണ്. ഈ റേറ്റിന് അപ്പം എടുത്തു. ഒരു കളർ തന്നെ നോക്കാണ്ട് 2-3 കളറെങ്കിലും പറഞ്ഞാലാ. പിന്നെ രാവിലെ വീഡിയോ ഇടുമ്പോൾ ആദ്യം നോക്കുന്നവര് നമ്മൾ ആദ്യം ആ സെറ്റ് എടുത്തു വെക്കും. കണ്ടോ, പൊന്മാൻ നീല, നല്ല ഭംഗിയില്ലേ? നല്ല കളർ. ഉള്ളപ്പടി ഇങ്ങനെ ഫുൾ ഈ ബുട്ട ഡിസൈനും ഉണ്ട് കേട്ടോ. നല്ല ഗ്രീൻ, ആ പട്ട് സാരിയുടെ ഗ്രീൻ ഇല്ലേ, ഇതെല്ലാം നമ്മുടെ ട്രഡീഷണൽ സാരിയുടെ കളറുകളാണ്. ഇങ്ങനെ പണ്ടിങ്ങനെ കാഞ്ചീപുരത്തിലെല്ലാം ഇങ്ങനെ ഈ കളേഴ്സ് അല്ലേ, ഇതെല്ലാം
ഇപ്പൊ മാറി. പണ്ട് ഒരിടയ്ക്ക് കുറച്ച് പേസ്റ്റ് ചാട്ടൊക്കെ വന്നു. അത് ഫോട്ടോയ്ക്ക് അത്ര ഷോ വന്നില്ല, അതായിരിക്കും പെട്ടെന്ന് മാറി പണ്ടത്തെ ട്രഡീഷണൽ കളർ ചെയ്ത് തന്നെ വന്നു. ഇതിനൊക്കെ വേണമെങ്കിൽ റെഡിൽ കസവുള്ള സാരി ബ്ലൗസും വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഇടാം കേട്ടോ. ഇതിന്റെ സെയിം ബ്ലൗസ് ഇടണമെന്നൊന്നുമില്ല, റെഡില് കസവുള്ള കോൺട്രാസ്റ്റ് ഇട്ടാലും നല്ലതാണ്. പക്ഷെ അന്നേരം ബ്ലൗസിൽ കോപ്പർ ആയിരിക്കണം വർക്ക്, അല്ലെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിലും വർക്ക് കോപ്പർ ചെയ്യിച്ചാൽ മതി. വേണമെങ്കിൽ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ടോൺ ടു ടോൺ സൂപ്പർ ബ്ലൗസ് പീസിന്റെ കൂടെ ഉണ്ട്. എനിക്ക് ടോൺ ടു ടോൺ ഇഷ്ടം. ഇനി ആഷ് 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 മാത്രം ഇതിലെ പേസ്റ്റൽ ചാട്ട് കോപ്പറും ആഷും നല്ല എലഗൻ ലുക്ക് തോന്നിക്കും. ഒരു ഫംഗ്ഷന് പോയാ ഇത് കൊടുത്ത് വിലയൊന്നും ആരും ഓർക്കൂല, ആർക്കും അറിയാൻ പറ്റില്ല. ഇത് അഴിഞ്ഞു പോയി. ഇതിന്റെ അറ്റപ്പടി അഴിഞ്ഞു പോയി. ഇത് ബ്ലൗസ് പീസ് അതേ ഇങ്ങനെ ഒരറ്റത്ത് പിടിവിട്ട ഞാൻ അത് മടക്കിയെടുക്കാൻ നല്ല പാട. ഫുൾ അഴിഞ്ഞു കണ്ടല്ലോ അല്ലേ? അത് സാരി ഫുൾ അഴിഞ്ഞു പോയിട്ടാട്ടോ. നേവി ബ്ലൂ, നേവി ബ്ലൂവിലെ കോപ്പർ എന്ത് ഭംഗിയാന്ന് നോക്കി. ഒത്തിരി ചാർട്ടുണ്ട്, ഒത്തിരി കളേഴ്സാണ്. ഇതാ പൊന്നെ ഇപ്പൊ മറ്റേ 4 കളറൊക്കെ ആയിരുന്നു. റെഡ്, നല്ല തെളിഞ്ഞ റെഡ്. റെഡ് ഇഷ്ടമുള്ള മനുഷ്യർക്ക് അടിപൊളി റെഡ്. കാപ്പിപ്പൊടി, കാപ്പിപ്പൊടിയിൽ കോപ്പർ നല്ല രസമില്ലേ? നല്ല സാരീസ് ആട്ടോ. ബുട്ട ഡിസൈനും സഫയർ ഗ്രീൻ. ഈ കുറെ നാളത്തേക്ക് ഈ സൈസ് ആയിരിക്കും ഫാഷൻ സാരി. ഇങ്ങനെയെന്ന് വെച്ചാൽ ഒറിജിനൽ സോഫ്റ്റ് സിൽക്കൊന്നും ആരും എടുക്കാൻ പോകില്ലായിരിക്കും. ഇനിയിപ്പോൾ ഇതിന്റെ ട്രെൻഡായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വെറൈറ്റി ഇറങ്ങൂല. ഭയങ്കര ഡിമാൻഡ് വരുമ്പോഴല്ലേ ഒത്തിരി വെറൈറ്റി ഓരോ സാധനത്തിൽ ഇറക്കണേ. അപ്പം ഇതിൻ്റെ ഒത്തിരി വെറൈറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കുമല്ലോ, കണ്ടമാനം വെറൈറ്റി. സോഫ്റ്റ് സിൽക്ക് അധികം വെറൈറ്റി ഇങ്ങനത്തെ ഒന്നും കിട്ടാറില്ല. എനിക്ക് കിട്ടാറില്ലായിരുന്നു കേട്ടോ. നല്ല ഒരു പർപ്പിളിന്റെ ഡാർക്ക് വയലറ്റ് എന്നും പറയാം, പർപ്പിളും നല്ലൊരു കളർ. പീച്ച് എന്ന് പറയാം, ആ ബ്രിക്ക് റെഡ് നല്ല നല്ല കളർ കേട്ടോ. നല്ല രസമില്ലേ? ജിമൊക്കെ കമ്മല് കിട്ടാ ഓക്കെ, പിന്നെ ഒന്നും വേണ്ട. മുല്ലപ്പൂടെ വയ്ക്കണം, നല്ല രസമല്ലേ മുല്ലപ്പൂ വെച്ച്? ഞങ്ങളൊക്കെ പണ്ട് +2 പഠിക്കുമ്പോഴൊക്കെ മുല്ലപ്പൂ ഒരു വേറെ ഒരു പൂടെ ഇട കലർത്തുമായിരുന്നു, പട്ടത്തിപ്പൂ എന്നും പറഞ്ഞ. അതിന്റെ ദൈവമേ പഠിത്തമൊന്നുമല്ല, തലേദിവസം കോർത്ത് വെക്കലാണ് തൊഴില്. മുല്ലമൊട്ടൊക്കെ പറിച്ച് പൊന്നെ. എന്നിട്ട് ആ പൂവൊക്കെ കുത്തിയാണ് സ്ഥിരം കോളേജിലൊക്കെ പോണേ. +1 +2 ഗ്രീൻ കോളേജിലായിരുന്നു കേട്ടോ. അന്നേരം +1 +2 അല്ല, പ്രീ ഡിഗ്രി. ഇത് നല്ല സൂപ്പർ പച്ച ഗ്രീൻ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ കുറെ പേരുടെ മനസ്സങ്ങ് പോയില്ലേ, വട്ടത്തിൽ പോയിട്ടൊക്കെ.
അന്നൊക്കെ സാരി കൊടുത്ത് ചുമ്മാ പോകുമ്പോഴൊക്കെ പൂ കുത്തുമായിരുന്നു. ഇപ്പൊ എങ്ങനെ പോയാൽ വല്ലവരും കളിയാക്കൂല. ഒരു തമിഴ് ടച്ചിലായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ എല്ലാണ്ടും ഇടൂല, അതുപോലെയായിരുന്നു ഇവിടെയൊക്കെ എല്ലാവരും ഞങ്ങൾ കാണുന്നത്. ഞാനൊക്കെ ഒരു ചന്ദനക്കുറിയൊക്കെ വരയ്ക്കുമായിരുന്നു പൊട്ടൊക്കെ തൊട്ടിട്ട്. ഇപ്പൊ എല്ലാരും ഞാൻ ഹിന്ദു എന്ന് ഓർത്തോണ്ടിരുന്നത്. പിങ്ക് നല്ല കളറ്, സിൽക്കിലെ ഇങ്ങനെ നല്ല കളറാട്ടോ. അടുത്ത് വരുമ്പോ കളർ കറക്റ്റ് അല്ല, ഞാൻ വർക്ക് കാണാൻ അടുത്ത് തന്നെ. ഇങ്ങനെ നിൽക്കുമ്പോ കളറ് കറക്റ്റ്. ഇനി ഈ ടിഷ്യൂന്റെ ഒരു സാരി, ടിഷ്യൂ ലിനൻ ടിഷ്യൂന്റെ എല്ലാം അഴിക്കണ്ട കളേഴ്സ്. നമ്മുടെ അഴിക്കുമ്പോ ടിഷ്യൂ ഒക്കെ മടക്കിയെടുക്കാൻ. മുന്താണി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ, ബ്ലൗസ് പീസ്. റേറ്റ് എത്ര? ഇതിന് റേറ്റ് ഭയങ്കര കുറവാ. ആ സെയിം തന്നെയാട്ടോ ബ്ലൗസ് പീസ്. 690 ഉള്ളൂ കേട്ടോ. ഇതിനി അടിയായിരിക്കും. ടിഷ്യൂ, നല്ല ടിഷ്യൂന്റെ ലിനൻ സാരി കണ്ടോ? 690 ഉള്ളൂ. സെയിം തന്നെ ബ്ലൗസ് പീസ്. ഇതിന്റെ അരികത്തേക്കടെ ഒരു ഡാർക്ക് ബ്രൗൺ ഒരു ബീഡിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അത് വിത്ത് ബ്ലൗസ് ആക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ വിത്ത് ബ്ലൗസ്. 690 ഉള്ളൂ കേട്ടോ. ആഷ് കണ്ടോ? നല്ല രസമില്ലേ? ഈ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒതുങ്ങണ ടിഷ്യൂ കേട്ടോ. പണ്ട് നമ്മുടെ ആ കേരള സാരിയുടെ ടിഷ്യൂ ഒന്നും ഇങ്ങനെ ഒതുങ്ങൂലായിരുന്നല്ലോ. ഇതിങ്ങനെ സൂപ്പറായിട്ട് ഒതുങ്ങും. കേരള സാരിയുടെ ടിഷ്യൂന്റെ സാരി ഞാൻ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഉടുത്ത് പുറത്തിറങ്ങിയില്ല. ഞാൻ നോക്കിയിട്ട് ഒതുങ്ങല്ല. എന്നെ കണ്ടിട്ട് ആനക്കുട്ടീനെ തടി ഒന്നാതെ വണ്ണം. ഇത് പക്ഷെ എങ്ങനെയല്ല, ഇതേ ഇത്രയേ ഉള്ളൂ. കണ്ടോ ഒതുങ്ങണ കണ്ടോ? 690 ഉള്ളൂ. തരുതരൂന്ന് എടുത്തു. ഗ്രീൻ, നല്ല ഗ്രീൻ. പെടപെടാന്നൊരു ഒച്ചേക്കണ പേപ്പർ ഉള്ളിലുള്ള കേട്ടോ, കെട്ട് പൊട്ടിച്ചോളൂ. പീച്ച്, അത് സിൽവർ ഫുൾ ഉള്ള കാരണം നല്ലൊരു രസമുണ്ട് കേട്ടോ. ഈ ആന്റിക് കമ്മലില്ലേ സിൽവറിന്റെ, ഇത് സിൽവറിന്റെ ആന്റിക് കമ്മല് മേടിച്ചാൽ നല്ലതാ. എന്റെ മോതിരം ആന്റിക്. ഇത് പിന്നെ കറുത്ത്, വെള്ളി കറുത്തു പോയാലും പ്രശ്നമില്ല. ആന്റിക് കളർ ശരിക്കുള്ള വെള്ളി നമ്മൾ ഇടുമ്പോ കറുത്തു പോകില്ലേ. ആന്റിക്ക് മേടിച്ചാൽ പിന്നെ ഇതിന്റെ കളർ എങ്ങനെയായത് കാരണം നല്ല രസം കേട്ടോ. സൂപ്പർ ഒരു കോഫി ബ്രൗൺ. അടുത്ത് വരുമ്പോ കളർ കറക്റ്റ് ആയിരിക്കില്ല. ഞാൻ ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. പർപ്പിൾ, ഈ റേറ്റിന് ഒത്തിരി നല്ല കേട്ടോ. 690. ഈ ഹാഫ് സാരി ഉണ്ടാക്കാനൊക്കെ നല്ലതാ. സ്കേർട്ട് കുരുകുരുന്ന് അടിച്ചിട്ട് സാരി 6 മീറ്റർ ഉണ്ടല്ലോ. ഇനി സോഫ്റ്റ് സിൽക്കിന്റെ അടിപൊളി വേറൊരു, ഇതിന് ഭയങ്കര ഡിമാൻഡാ. ഈ ഷേപ്പിന് ചതുരം ഇങ്ങനെ കണ്ടല്ലോ അല്ലേ? കോപ്പർ തന്നെയാ. മുന്താണി കണ്ടോ? മുന്താണിയൊക്കെ ഭയങ്കര രസം. ബ്ലൗസിന്റെ അരികത്ത് മാത്രം ബോർഡർ ഡിസൈൻ. സഫയർ ഗ്രീൻ. സമ്മാന പദ്ധതിയുടെ കാര്യം മറക്കരുത് കേട്ടോ. എല്ലാം ഷെയർ ചെയ്യണേ, ഫോളോ ചെയ്യണം. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവർക്കും നമുക്ക് 15-ാം തീയതി കഴിയണ ആദ്യത്തെ വീഡിയോയില് 4 പേർക്ക് 1 മാസം ഒരാഴ്ചയിൽ ഒരാൾക്ക് 4 ചുരിദാർ വെച്ച് കാണിച്ച് തരാം. ചുമ്മാ രസം. മുന്തിരി കളറിന്റെ അല്ല, വയലറ്റ് എന്ന് പറയും.
നല്ലൊരു പിങ്ക്. ഇതൊക്കെ ചാർട്ട് വന്നതൊക്കെ എല്ലാത്തിൻ്റെയും കളർ സെയിം ആണെന്നാട്ടോ തോന്നേ. ഈ ഡിസൈനുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. 1699 എല്ലാത്തിൻ്റെയും ചാർട്ട് സെയിമാണ്. ഗ്രീൻ, നല്ല ഗ്രീൻ, എല്ലാവർക്കും ചേർന്ന കളേഴ്സാണ്. എന്തോരം കളേഴ്സാ. കോഫി ബ്രൗൺ, ശരിക്കും ഒരു വീഡിയോയ്ക്ക് ഇത് മാത്രം പിടിക്കാനുള്ളതുണ്ട്. ഇതാ ഷേപ്പ് കണ്ടോ, നല്ല മോഡേൺ ആർട്ട് പോലെ നല്ല കോപ്പറിലെ വർക്ക്, നല്ല രസമില്ലേ? അത് ഞാൻ കാണാത്തൊരു വെറൈറ്റി വർക്ക്. കാണിച്ചു തന്നെയാണ്, പിന്നെ കാണിക്കണല്ലോ. റെഡ്, കർത്താവ് ഏതോ ഒരു കളേഴ്സാ റെഡ്. ഇത്രയും കളേഴ്സ് കാണിച്ചിട്ട് ഇനി കിട്ടിയിരുന്ന് പരാതി പറയരുത് കേട്ടോ. പല പല കളർ മാറ്റിയെടുത്തു. ആഷ്, പേസ്റ്റൽ ഷെയ്ഡ് ഇതിലുണ്ടോന്ന് ചോദിക്കുന്നവർക്ക് ആഷ് മാത്രമേ പറ്റുള്ളൂ. ഒരു എലഗൻ ലുക്ക് വരും കേട്ടോ ഇതില്. കോപ്പറും ആഷും കോപ്പറും ഒക്കെ വരുമ്പോ, കോപ്പർ എല്ലാത്തിലും എനിക്ക് ഇഷ്ടമാണ്. സിൽവറും കോപ്പറും ഭയങ്കര ട്രെൻഡല്ലേ ഇപ്പം. പിന്നെ ഗോൾഡൻ ആയാലും ആന്റിക് ഗോൾഡൻ ഭയങ്കര നല്ലതാണ്, രസമാണ്. എല്ലാ സാരിയിലും ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയാലും അവർ ഇറക്കുള്ളൂ. ഗ്രീൻ, ഇലയുടെ കളറ് അല്ലേ? ഇത് ഇലയുടെ കളറല്ലേ? അതെ. സംശയം ചോദിച്ചത് അവരോട്. കണ്ടല്ലോ അല്ലേ? ശരിക്കും കാണുന്നുണ്ടല്ലോ അല്ലേ? റോയൽ ബ്ലൂ, മെറൂൺ, ഇനി ഒരു ടിഷ്യൂന്റെ ലിനൻ സാരി കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ടിഷ്യൂ സാരി ഇല്ല, കേരള സാരി അല്ല കേട്ടോ, ഗോൾഡൻ ടിഷ്യൂ സാരി. ഇതിന്റെ ഒറിജിനൽ എനിക്കുണ്ട്, ഒറിജിനൽ ഗോൾഡൻ ടിഷ്യൂന്റെ. നമുക്ക് ഈ 10-12 രൂപയുടെയൊക്കെ കീർത്താൻ അതുപോലത്തെ സാരി. വില എത്ര? 1150. അതും ഇതുകൂടെ കണ്ടാലൊന്നും വലിയ വ്യത്യാസമില്ല. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട്. കയറിത്താമസത്തിനൊക്കെ പോകുമ്പോ നല്ലതല്ലേ? മാമൂദീസ, കയറിത്താമസം, അങ്ങനത്തെ കല്യാണമൊക്കെ എന്നാ കുഴപ്പം? വൈറ്റും ക്രീമും ബ്ലാക്കും ഗോൾഡനും ബേജും ഒക്കെ, ആ കളേഴ്സിന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇനി ഒരു സെമി ടെസർ സാരികൾ. ഇതാട്ടോ കളറ്, പർപ്പിൾ കളറും ബ്രൗൺ ചാണകപ്പച്ച. ബ്ലൗസ് പീസ് ഇത് തന്നെ, അങ്ങനെയല്ലേ? ഈ കളർ തന്നെ ബ്ലൗസ്. റേറ്റ് എത്ര? 1250. നല്ല സാരി ആട്ടോ. അതിന്റെ മെറ്റീരിയലൊക്കെ ഒന്ന് കാണട്ടോ. നല്ല സാരി, നെള്ളും അടിക്കില്ല, നല്ല സ്റ്റഫും. 1150. നല്ല വെറൈറ്റി കോൺട്രാസ്റ്റ്. ഇത് പീച്ചല്ല, ബിസ്ക്കറ്റ് കളർ പോലത്തെ കളർ, അതിലും ചാണകപ്പച്ച പോലത്തെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ്. ഇതിനൊരു ബോർഡർ ഇങ്ങനെ ആ സെയിം നൂല് തന്നെ തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, നല്ല സാരി കേട്ടോ. ഈ ബഗൽപൂരി സിൽക്ക് നല്ല ഇങ്ങനെ ഒതുങ്ങണ സോഫ്റ്റ് സിൽക്ക് പോലെ ഒതുങ്ങിയിരിക്കും. കോൺട്രാസ്റ്റ് ആ അങ്ങനെ എടുക്കുമ്പേ ഇതാണ് കളറ്. ഇങ്ങനെ സാരി വന്ന് ഇങ്ങനെ വരുമ്പോഴല്ലേ മുന്താണി കറക്റ്റ്. ആ ഇങ്ങനെ വരും കേട്ടോ. സാധാരണ നമ്മൾ കോൺട്രാസ്റ്റ് ഇങ്ങനെ കേറിയല്ലേ, ഇത് രസമില്ലേ?
ഇങ്ങനെ വരും. ജോയിൻ ചെയ്യണ കളർ മുതൽ മുന്താണിക്ക് നല്ല നീള. അങ്ങനെ ഇട്ടാലേ കറക്റ്റ് ആവുള്ളൂ. നല്ല രസമില്ലേ? കണ്ടോ? ബ്ലൗസ് പീസ് ഇത് തന്നെ. രണ്ടുകൂടെ ജോയിൻ ചെയ്യണ കളർ ഇങ്ങനെ ചാണകപ്പച്ചയും പീച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കളറ്. ബ്ലൗസ് പീസ് ഈ പീച്ച് തന്നെ പ്ലെയിൻ. അരികത്തൊരു തിക്ക് ബോർഡറും ഉണ്ട് കേട്ടോ. നല്ല നല്ല കാഷ്വൽ വെയർ, നല്ല സൂപ്പർ സാരിയാ, നല്ല സ്റ്റാൻഡേർഡ് സാരിയാ. ഫാഷനും പോകൂല, ഉടുത്താ സോഫ്റ്റാ. ഇതിന്റെ മുന്താണി ലൈലാക്ക്, ചാണകപ്പച്ചയും ലൈലാക്ക്. അകലെ വരയ്ക്കുമ്പോ ആട്ടോ കറക്റ്റ് കളറ്, അടുത്ത് വരുമ്പോ കളർ ഇച്ചിരി വ്യത്യാസം വരും. പിന്നെ ഇച്ചിരിയൊക്കെ വ്യത്യാസം വരും. വീഡിയോയിൽ കാണുന്ന സെയിം കളറ് നിങ്ങൾക്കടെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തൊന്ന് നോക്കിക്കേ. ഞാൻ തന്നെ വീഡിയോ നോക്കുമ്പോൾ ഇച്ചിരി ഒരു ഇങ്ങനെ എൻ്റെ കൈക്കൊന്നും വലിയ വെളുപ്പില്ല, അതീ കാണാൻ നല്ല വെളുപ്പ്. അപ്പൊ ഇച്ചിരി ഇതൊക്കെ കിട്ടും എനിക്ക് തോന്നുന്നു. ഇച്ചിരി ഒരു ഗ്ലോയും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏതാ മുന്താണി? ഇത് ഈ ഒരു ബെയ്ജ് കളറല്ല, അതും ഒരു പിങ്ക് കൂടെ, നല്ല കോമ്പിനേഷൻ എല്ലാത്തിൻ്റെ. ഇനി പ്ലെയിൻ ആണോ? സമയം 10 മിനിറ്റ് 20 സമയം ചോദിച്ചതാ, ഒത്തിരി സമയം ആകരുതല്ലോ. അവസാനം വരെ വെയിറ്റ് ചെയ്യണം. അടിപൊളി സാരികളുണ്ട്. ഇത് കോപ്പർ കളറ്, ഭയങ്കര സോഫ്റ്റ് സാരി. മുന്താണി ഇങ്ങനെ. റേറ്റ് എത്രയാ? 1290. ഇത് മുന്താണിയൊക്കെ ഇത്രയുണ്ട്, റേറ്റും കുറവാട്ടോ. 1290 ഉള്ളേ. ബ്ലൗസിന്റെ അരികത്ത് ബോർഡറും ഉണ്ട്. ഇതേ എന്ത് രസമല്ലേ, നല്ല ഭംഗിയില്ലേ. ഇതേ ഈ ഡിസൈൻ ഇങ്ങനെ പോണ്ട്. കോഫി ബ്രൗണില് കോപ്പർ. 1290 ഉള്ളൂ കേട്ടോ. തരുതരൂന്ന് ബുക്ക് ചെയ്തു. കല്യാണ പാർട്ടിയൊക്കെ സൂപ്പറാ. എല്ലാരും നേരത്തെ ഡ്രസ്സ് എടുക്കൂലോ. അപ്പൊ എപ്പോഴാണ് അപ്പൊ നമുക്കറിഞ്ഞൂടല്ലോ, നേരത്തെ എല്ലാം എടുത്ത് ഒക്കെ വെക്കില്ലേ ഇപ്പൊ കല്യാണത്തിനൊക്കെ. പണ്ടും അങ്ങനെയല്ലായിരുന്നു, കല്യാണം ആലോചിക്കണതിന് മുമ്പ് കളർ കോഡൊക്കെ നോട്ടാ. അല്ല, ലോക്ക്ഡൌൺ തൊട്ട് മുമ്പ് അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ പൊടിച്ചിട്ട് കെട്ടും, കാർ കോഡ് നോക്കണോ, അങ്ങനെ ഇങ്ങനെ എല്ലാരും അന്നപ്പോഴത്തേനും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തുടങ്ങും. ഗ്രീൻ. പക്ഷെ എന്നാലും സങ്കടമായി പോയല്ലോ. എനിക്കൊക്കെ ആണെങ്കിൽ എൻ്റെ മോൻ്റെ കല്യാണം എല്ലാവരും വിളിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഒരു ഊണൊക്കെ എല്ലാവർക്കും കൊടുക്കണം എന്ന് കൊതിയൊന്നുമില്ലേ. കൊറോണ മാറണം നോക്കിയിരുന്ന ആ പെണ്ണുകാട്ടിലൊക്കെ. ഇതേ ബ്രൗൺ, നല്ലൊരു ബ്രൗൺ. എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രൗൺ ആട്ടോ. ബ്രൗൺ നല്ല രസമുള്ള കളറാണ്. കോപ്പർ കണ്ടോ, മുന്താണിയെല്ലാം. ഇച്ചിരി സ്പീഡ് പോട്ടെ, ഇച്ചിരി സ്പീഡിൽ പോട്ടെ. ബ്ലൂ, നേവി ബ്ലൂ. പൊന്മാൻ നീല. കളർ ചാർട്ടൊക്കെ എല്ലാത്തിൻ്റെ സെയിം ഒക്കെയാണെന്ന് എനിക്ക് തോന്നണേ. എന്നാലും കാണിക്കണ്ടേ, മുമ്പ് കാണിച്ച എല്ലാ കളർ ചാർട്ടുകളും ഒക്കെ സെയിം ഒക്കെയാണ്. ഇനിയിപ്പോൾ ഒരേപോലത്തെ സാരി വേണമെങ്കിൽ പല ഡിസൈൻ ഒരേ കളർ ഇങ്ങനെ എടുത്താൽ മതി. ഇത് വേണ്ട, ഇത് കാണിച്ചാലോ? സമയം ഇല്ലല്ലോ. ഇനി ഒരു സെമി ടസറിന്റെ സാരി കാണിക്കാം. അത് കഴിഞ്ഞ ഒരു സോഫ്റ്റ് സിൽക്ക് കൂടെ നമ്മളത്തിന് സമയമാവും. വേറെ ഉണ്ടായിരുന്നു.
അപ്പോൾ സമയം കിട്ടില്ല എല്ലാം കൂടെ കാണിക്കാൻ. ഇനി അടുത്ത വീഡിയോ കാണിക്കാം. ഇതേ സൂപ്പർ സാരി, ഇത് ഭയങ്കര ഡിമാൻഡായിരിക്കും. സെയിം ബ്ലൗസ്. ഇത് കണ്ടോ, ശരിക്കും ടസർ സാരിയുടെ ഒക്കെ സെയിം ആ നൂലിന്റെ ആ ഇതും ത്രെഡിന്റെ ആ ഡിസൈൻ വർക്കൊക്കെ സെയിം. റേറ്റ് എത്ര? 899. അതിന്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ, ബ്ലൗസിൽ വർക്കില്ല. മെറ്റീരിയൽ ഒക്കെ നോക്കട്ടോ, നല്ലൊരു മെറ്റീരിയൽ, നല്ല കളർ ചാർട്ടുകളും പേസ്റ്റ് ചാട്ട. ഇതൊക്കെ എന്ത് രസം നോക്കിയേ, എല്ലാ കളറും ഭയങ്കരതേ. ഇതിലൊരു കറുത്ത ചരടിലൊരു മാലയൊക്കെ ഇട്ട് നല്ല രസമല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ഈ ടീച്ചേഴ്സ് ആയാലും നല്ല വെറൈറ്റി മാലയും ഒരു കുപ്പി വള അങ്ങനെയൊക്കെ ഇട്ട് വരില്ലേ സാരി എടുക്കുമ്പോ? നല്ലതല്ലേ? അടിപൊളി സാരി. പീച്ച് ശരിക്കും ടസർ സാരി പോലെ തന്നെ ഇല്ലേ? ഈ റേറ്റിനൊക്കെ ഇത് സൂപ്പർ ആട്ടോ. കുറച്ചേ ഉള്ളൂ കേട്ടോ, എല്ലാം ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് ഓർഡർ ചെയ്താൽ കിട്ടും. ഇപ്പൊ കസ്റ്റമേഴ്സും വന്നിട്ടല്ലോ, ഞങ്ങൾക്ക് മോറ്റൊന്നും യേശുവിന്റെ കൃപയെ കൊറോണയൊക്കെ മാറി. അത് കാരണം എല്ലാ ദിവസവും കട ഓർക്കാം. അത് കാരണം കസ്റ്റമേഴ്സൊക്കെ വന്നിട്ട്, അത് കാരണം മറ്റേ ഓൺലൈനിൽ തന്നെ ആകുമ്പോൾ പിന്നെയും കിട്ടുമായിരുന്നു. അപ്പൊ എല്ലാം എന്ത് രസമായി. ഗ്രീൻ പീച്ച്, കണ്ടല്ലോ. ആഷ് എന്തോരം ഒരു സാരിയുടെ കെട്ടെടുത്ത് അവര് ഇപ്പൊ ഭയങ്കര ഒരു സാരിയില് ഈ ഭൂമിയിൽ എല്ലാ കളറും. അപ്പൊ ഒരു കെട്ടെടുക്കണം എന്ന് പറയുമ്പോ എത്ര കളർ വരും അല്ലേ? 4 കളറിന് വരെ ഇപ്പൊ 40 കളറൊക്കെ ഒരു സെറ്റില്. ഞങ്ങൾക്കൊക്കെ കിട്ടുമ്പോ ഹോൾസെയിൽ കിട്ടുമ്പോ എല്ലാ കളേഴ്സും എടുക്കണല്ലോ. ദൈവം, ഇതേ ഇപ്പൊ എന്തോരം കളേഴ്സാ. പക്ഷെ എല്ലാം നല്ല കളറാട്ടോ, നല്ല പേസ്റ്റ് ചാർട്ടുകൾ. അതെ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ എടുക്കണേ എന്നൊക്കെ ഓർക്കും. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ പ്രത്യാശയുള്ളവരായിട്ട് നല്ല ഇതില് തന്നെ ഇരിക്കാം. ഇതൊക്കെ ആവശ്യം വരും. ഇപ്പൊ തന്നെ യേശുവിന്റെ കൃപയെ കൊറോണയൊക്കെ ഇപ്പൊ മാറും. എല്ലാരും വാക്സിൻ എടുക്കുന്നതോടുകൂടി അതൊക്കെ മൊത്തം പൊക്കോളും. ഒരു പേസ്റ്റൽ ഗ്രീൻ, അതിനുള്ള സമയമുള്ളൂ. ഇനി നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സാരി ആട്ടോ. ഇത് പല കളേഴ്സ് ചോദിക്കണം, ഒരു കളർ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. പല കളർ തന്നെ കിട്ടുമോന്ന് അറിഞ്ഞുകൂടാ. 699 ഉള്ളൂ. പ്ലെയിൻ സാരി. എപ്പോഴും ഇവിടെ എന്നിട്ടാലും എന്തോരം അടിയാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, പ്ലെയിൻ സഫയർ ഗ്രീൻ മുന്താണി, ഇത് ബ്ലൗസ് പീസും ഇത് തന്നെ. ഈ ടിഷ്യൂ സോഫ്റ്റ് ഇത് തന്നെ ബ്ലൗസ് പീസും. സൂപ്പർ സാരി. 699 അല്ലേ? 699 അതോ 790 ആണോ? നോക്കി, 699. നല്ല സൂപ്പർ സാരിയാണ്. എന്നിട്ടാലും കുറെ പേർക്ക് കൊടുക്കാൻ കിട്ടില്ല. മെറൂൺ പോലത്തെ ഒരു മുന്തിരി കളറും മെറൂണൂടെ കൂടിയ കളർ. കളേഴ്സ് 2, 3 ഒക്കെ പറഞ്ഞാൽ ഏതെങ്കിലും കളർ കിട്ടും കേട്ടോ. 2, 3 എടുത്തോ. ഈ സാരിയും ബ്ലൗസും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇത് വെട്ടി സ്കേർട്ടൊക്കെ അടിക്കുക, എന്ത് വേണേലും ചെയ്യാലോ. സാരി 2 എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഈ മുന്താണി എടുത്ത് ബ്ലൗസ് വെച്ചിട്ട് ഇതുകൊണ്ട് സ്കേർട്ടും തയ്ച്ച് അടിപൊളിയായില്ലേ? എന്തല്ല സോഫ്റ്റ് സിൽക്ക്. ഈ റേറ്റ് തന്നെ ഉള്ളൂ. വൈലറ്റ് ടിഷ്യൂവിന്റെ ബ്ലൗസും കിട്ടും. എന്ത് ഭംഗിയാ. ഈ റേറ്റിന് എന്നാ ലാഭമല്ലേ? അതിനിങ്ങനെ അങ്ങനെ അവരത് നല്ല തുണി, നല്ല സ്റ്റഫാട്ടോ, സോഫ്റ്റ്. ഇതിന്റെ കളേഴ്സ് എല്ലാം നോക്കിക്കോട്ടെ. ഓരോന്ന് കളേഴ്സ് എല്ലാം കാണിക്കാട്ടോ. 30 മിനിറ്റായി.
അരമണിക്കൂറാല നമ്മുടെ വീഡിയോ. ആഷ് നല്ല കളേഴ്സ്. ഇതെന്നായാലും എല്ലാവരും എടുക്കുമെന്ന് എനിക്കറിയാം. ഇതിന്റെ കളേഴ്സ് കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ബ്രൗൺ, റെഡിഷ് മെറൂൺ. എല്ലാ കളേഴ്സും നല്ലതാട്ടോ. റോയൽ ബ്ലൂ, ഗ്രീൻ, പൊന്മാൻ നീല. അപ്പോ യേശുവിന്റെ കൃപയാൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ തീർന്നു.